പ്രിയ മകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, മകൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് എന്താണ് മകളുടെ വിശ്വാസം എന്ന ചോദ്യം. ഇതത്രേ ഞങ്ങളുടെ വിശ്വാസം, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി, തുടർന്ന് യേശുവെ അനുഗമിച്ച് ജയം പ്രാപിച്ച് സ്വർഗസ്ഥ പിതാവോടൊപ്പം ക്രിസ്തുവിൽ ജീവിപ്പാൻ പിതാവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യം. കർത്താവായ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന്, സൃഷ്ടിപ്പിൽ സകലത്തിനും മുഖാന്തരമാണ്, വചനമെന്ന് പേരുള്ള ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു വചനം മാംസമായി, ക്രിസ്തു യേശുവായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യരായ നമ്മളോടുകൂടെ ജീവിച്ച് 3.5 വർഷം സ്വർഗസ്ഥ പിതാവ് മനുഷ്യരോട് പറയാൻ ഏൽപ്പിച്ച സന്ദേശമായ സുവിശേഷം, ദൈവരാജ്യ സുവിശേഷം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങുകയും അത് തന്റെ സ്വകീയ പിതാവോടൊത്ത് ഈ മക്കൾ തന്നിൽ ജീവിക്കുന്ന സന്ദേശമാണ് എന്ന് ഈ മക്കളുടെ അടുക്കൽ അത് അറിയുകയും തുടർന്ന് പാപികളായ മനുഷ്യർക്ക് ആ നീതിമാനായ അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന താൻ മാത്ര അമർത്യതയുള്ള മനുഷ്യരാരെ കാണാൻ കഴിയാത്ത ആ പിതാവിനോടുകൂടെ ജീവിപ്പാൻ പാപികൾക്ക് കഴിയാത്തത് കൊണ്ട് ഇവരുടെ പാപങ്ങളുടെ പരിഹാരമായി തന്റെ ശുശ്രൂഷയുടെ തന്റെ സന്ദേശം കൊടുക്കുന്നതിന്റെ ഒടുവിൽ താൻ കാൽവരി ക്രൂശിൽ ഈ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമാവുകയും ഈ മക്കൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ച് സ്വകീയ പിതാവിന്റെ അടുക്കിലേക്ക് ഈ മക്കൾ എത്തിച്ചേരുവാനുള്ള വഴി തുറന്നു എന്നും പ്രിയ മകൾ വിശ്വസിക്കുന്നു. ഈ യേശുക്രിസ്തു ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്റെയും നിങ്ങളുടെയും പൂർണ്ണമായ രക്ഷയ്ക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്നുവെന്നും തനിക്ക് വേണ്ടി വിശുദ്ധിയെ തികച്ച് ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നവരെ, ജയം പ്രാപിക്കുന്നവരെ ചേർക്കുവാൻ ഈ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് പ്രിയമകൾ വിശ്വസിക്കുന്നു. തുടർന്ന് യേശുക്രിസ്തു നമ്മളെ ചേർക്കുകയും യെശയ്യാ 9:6 പറയുന്നത് പോലെ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണമായി യേശുക്രിസ്തു ജെറുസലേം തലസ്ഥാനമായി 1000 വർഷം വാഴുമെന്നും അതിന്റെ ഒടുവിൽ ഈ പഴയ ഭൂമിയും ആകാശവും മാറുകയും പുതിയ ആകാശവും ഭൂമിയും കടന്നു വരികയും സ്വകീയ പിതാവ് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന നിലയിൽ പുതിയ യെരൂശലേമിൽ ഇറങ്ങി വരികയും നമ്മൾ ദൈവത്തോടു കൂടെ ക്രിസ്തുവിൽ ഒരുമിച്ച് വാസം ചെയ്യുമെന്ന് പ്രിയമകൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങൾ സ്നാനപ്പെടണമെന്നുള്ളത് യേശു കർത്താവിന്റെ കൽപ്പനയാണെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഏറ്റുപറയുന്നത് മുഖേന ദൈവത്തോടുള്ള സ്നേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹം ലോകത്തോടും, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടും ഉള്ള ശത്രുത്വമാകുകയാണ്. തനിക്ക് ന്യായമായി ലോകത്തിൽ കിട്ടേണ്ട പല അവകാശങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരാം, പലരും തന്നെ വെറുത്തെന്ന് വരാം, ഒരുപക്ഷെ തന്റെ ജീവൻ വരെ അപകടത്തിലായെന്ന് വരാം. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഈ വിശ്വാസം തള്ളി പറയുമോ? ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യമൊഴിയാലും ഇത് കർത്താവായ യേശുവിന്റെ കൽപ്പനയാകിയാലും ഈ മകളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലത്തിൽ നിമജ്ജന സ്നാനം കഴിപ്പിക്കുന്നു, യേശുവോട് ചേർക്കുന്നു. മരണമില്ല, വിശ്വസ്തയായിരിക്കുക, എങ്കിൽ ജീവകിരീടം പ്രാപിക്കും.